ഇത് നോക്കിക്കളി. പൊളി സാധനം. പൊള്ളി സാധനം കേട്ടോ. ഇതാണ് പെണ്ണുങ്ങള് അച്ചാർ പൊടിയൊക്കെ ഇട്ടുണ്ടാകുന്ന അച്ചാർ പൊടി വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയത്. മാജിക് ആൻഡ് കിച്ചൺ ആൻഡ് ട്രാവലിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ നാരങ്ങ കൊണ്ട് അച്ചാർ ഇടാൻ പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറുനാരങ്ങ കഴുകി എടുത്തിട്ടുണ്ട്. കഴുകി എടുത്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ നല്ല തീയിലത് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചതിന് ശേഷം നമ്മൾ അച്ചാർ ഇടുമ്പോൾ അച്ചാർ പെട്ടെന്ന് ഉപ്പ് പിടിക്കുകയും ചെയ്യും. അതുപോലെ അച്ചാറിൻ്റെ കയ്പ്പുരസം ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മൾ 30 മിനിറ്റ് ചെറുനാരങ്ങ നല്ല ബോയിൽ ചെയ്ത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്, ഊറ്റി എടുത്തിട്ടുണ്ട്. ഇത് ചൂടാറിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ ചെറുനാരങ്ങ 4 പീസാക്കി കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിലേക്കായിട്ട് മസാല എടുത്തിട്ടുള്ളത് കാശ്മീർ ചില്ലി, സാധാ നോർമൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ മഞ്ഞൾപ്പൊടി 2 ടീസ്പൂണ്, 2 ടീസ്പൂണ് ഗരം മസാല, ഒരു ചെറിയ ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി, അതുപോലെ 2 ടീസ്പൂണ് മല്ലിപ്പൊടി, ആവശ്യത്തിന് സാൾട്ട്. അപ്പോൾ അതാണ് ഇതിലേക്ക് നമ്മൾ മസാല ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 സവാള നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2 ഫുള്ള് വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 200 ഗ്രാം ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇതിലേക്കായിട്ട് എടുത്തിട്ടുള്ളത്. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് 2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ഉലുവ കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഗാർലിക്കും അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഇഞ്ചി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. അത് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിത് ബേക്ക് ചെയ്യാം. ഇതിലേക്കായിട്ട് കട്ട് ചെയ്ത് വെച്ച് സവാള കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സവാള ബ്രൗൺ കളർ ആയതിനു ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തെടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, ആവശ്യത്തിന് സാൾട്ട്, ഇതെല്ലാം നമ്മളിതിൽ ആഡ് ചെയ്ത് മസാല നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയുടെ പച്ചമുളകൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ചെറുനാരങ്ങ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച് ചെറുനാരങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മസാലയിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ചെറിയ തീയിൽ നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് അച്ചാർ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വിനെഗർ ഒഴിച്ച് കൊടുക്കാം. വിനെഗർ നമ്മളൊരു 1/4 കപ്പ് വിനെഗർ നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ നല്ലവണ്ണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ബോട്ടിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ നാരങ്ങയുടെ അച്ചാറോട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഉഷാർ സാധനമാണ്. എന്ത് ജാതി മോഡലാണ്. ഇത് നോക്കിക്കളി. പൊളി സാധനം. പൊള്ളി സാധനം കേട്ടോ. ഇതാണ് പെണ്ണുങ്ങള് അച്ചാർ പൊടിയൊക്കെ ഇട്ടുണ്ടാകുന്ന അച്ചാർ പൊടി വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയത്. ഓക്കെ, പൊളിച്ചിങ്ങനെ ഉഷാറായിക്കണത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.